ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമുക്കൊന്ന് പുറത്തോട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ ഒരുക്കത്തിലാണ്. സ്കിൻ കെയറൊക്കെ ചെയ്യുവാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇത്തിരി മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. മാമാർത്തിൻ്റെ മോയ്സ്ചറൈസറാണ്. അത് മുഖത്തും കയ്യിലും കഴുത്തേലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല പനിയുണ്ട് കേട്ടോ, അതുകൊണ്ട് ആ വോയിസ് കൊടുക്കുമ്പം അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പോൺസിൻ്റെ സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 2 ഫിംഗർ മെത്തേഡിൽ മുഖത്തും കഴുത്തേലും ഒക്കെ കയ്യിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയറൊക്കെ. പിന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണേ. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം തൊട്ട് സാരി ഡ്രാപ്പിങ്ങിൻ്റെ വീഡിയോ കുറേ പേര് കണ്ടിരുന്നു. അപ്പം ഇനിയും സാരി ഡ്രോപ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് കുറേ കമൻറ്റ് വന്നിരുന്നു. കുറേ കമൻറ്റല്ല, ഒരു കമൻറ്റ് വന്നിരുന്നു. അപ്പം നമുക്ക് ഇനിയും സാരി ഡ്രാപ്പിങ്ങിൻ്റെ വീഡിയോസ് ഇടാം കേട്ടോ. പിന്നെ ഞാൻ മുടി ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് കെട്ടുവാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഏത് രീതിയിൽ മുടി കെട്ടിയാലും നല്ല രീതിയിൽ വരും. പക്ഷെ വല്ലതും പോകാൻ നേരത്ത് കെട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അന്നേരം കറക്റ്റ് ആകത്തില്ല. പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരുക്കം. പിന്നെ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഓണ സെലിബ്രേഷനൊക്കെ എവിടെ വരെയായി? നന്നായിട്ടൊക്കെ പോകുന്നുണ്ടോ? പിന്നെ അതാണ്ട് ഞാൻ മുടിയൊന്ന് എല്ലാം കൂടി ബാക്കിലോട്ട് വെച്ചിട്ടൊന്ന് ചുരുട്ടി മുകളിലോട്ട് വെച്ചൊരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. കാരണം വെയിറ്റ് കാരണം ആ ക്ലിപ്പിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത് കാരണം മുടി ഇരുന്നില്ല. പിന്നെ ഞാൻ അഴിച്ച് നോർമലി ക്ലിപ്പ് കുത്തുന്ന പോലെ അങ്ങ് കുത്തിയത്. വെയിലായതുകൊണ്ട് മുടി അഴിച്ചിട്ടുണ്ട് പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ മുടി പോലും എൻ്റെ ദേഹത്ത് കെട്ടുന്ന എനിക്ക് ഭയങ്കര അലർജിയാണ്. പിന്നെ കാജൽ വെച്ച് കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗവും മുകളിൽ ഐലൈനറും എഴുതി കൊടുക്കുന്നുണ്ട്. ഈ കാജൽ ഐഡ്രാമയുടെയാണ് കേട്ടോ. ഞാൻ മിക്ക വീഡിയോസിലും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ, അതുകൊണ്ടാണ് കേട്ടോ ഒന്നിൻ്റെ പേരെടുത്ത് പറയാത്ത. പിന്നെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. എനിക്ക് ക്യാമറ ഒക്കെ എഴുതാൻ ഒട്ടും വാക്കില്ലായിരുന്നു, അതുകൊണ്ട് തെറ്റുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ 2 കണ്ണിലും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. പിന്നെ ഷാൾ ഇടുന്നുണ്ട്. ഷാളും ഇതിനൊരു ബാഗും ചെരുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ സമയം ഒത്തിരി വൈകിയായിരുന്നു കേട്ടോ. ധൃതിയിലാണ് എല്ലാം ചെയ്തത്. അപ്പോൾ നമുക്ക് പോവാം. എൻ്റെ ഈ കൂടെ ഇരിക്കുന്ന എൻ്റെ കസിനാണ് കേട്ടോ. അവൾക്ക് തലവേദനയുടെ പ്രശ്നമുണ്ട്. അത് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. KSRTC ബസ്സിലാണ് പോകുന്നത്. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ് കേട്ടോ പോയത്. അവിടെ ചെന്നപ്പം അവിടെ ഓണത്തിൻ്റെ അത്തപ്പൂടലും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഡോക്ടറിനെ കാണാനിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡോക്ടറിനെയൊക്കെ കണ്ടു. പിന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴത്തേനും ഉച്ചയായപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ധൃതിപ്പെട്ടിറങ്ങി വന്നതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. ഞങ്ങൾ 2 പേരും ഓരോ ബിരിയാണി കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കടയിൽ കയറി കേട്ടോ. ചുമ്മാ വായ നോക്കാൻ കയറിയതാണ്. പക്ഷേ വെറുതെ കയറിയാലും എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ. എടുക്കാതെ പോകാൻ തോന്നില്ല. ഞാൻ കമ്മലൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഞങ്ങൾ എടുത്തില്ല. ഞങ്ങളാകെ 100 രൂപയുടെ സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത്. കുറച്ച് ക്ലിപ്പും സേഫ്റ്റി പിന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ നല്ല ഫ്ലവേഴ്സും അതൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പം എല്ലാം വാരി എടുത്തുകൊണ്ട് ഓടാൻ തോന്നും. നല്ല രസമുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം തന്നെ സമയം 2:30 അടുപ്പിച്ചായി. ഞങ്ങൾ രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 9 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 2:30 ആയി തിരിച്ച് വന്നപ്പം. പിന്നെ വരുന്ന വഴി മൊത്തം ബ്ലോക്കായിരുന്നു. ദളാപുരം പാലമാണിത്, നീണ്ടാരം പാലമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അടുത്തെത്തിയപ്പം മൊത്തം ബ്ലോക്കായിരുന്നു. പക്ഷേ അന്നേരം കുറേ പക്ഷികളൊക്കെ ഒരുമിച്ച് കൂട്ടം കൂടി പോകുന്നുണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ്. പിന്നെ ആ മേഘങ്ങൾ ഇരിക്കുന്നുണ്ടോ, നല്ലൊരു എന്താ പറയുക, വരച്ചിട്ടതുപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മേഘങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ. അപ്പോൾ അതൊക്കെ വെറുതെ ഒന്ന് വീഡിയോ എടുക്കുവാണ്. പിന്നെ അവിടെ നിറച്ച് ബ്ലോക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബസ് കുറേ നേരം അവിടെ വെറുതെ നിർത്തിയിട്ടിരുന്നു. പിന്നെ ഞങ്ങളിതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.